ഞാൻ അറിയുന്ന ആളാണോ? വേറെ ആരാ? ആ ഋതിക തന്നെ. അവളോ? അവളെവിടുന്ന 25 ലക്ഷം രൂപ ഉണ്ടാക്കുന്നേ? ആ അവളേതോ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. അതിന്റെ ഒന്നാം സമ്മാനമേ 25 ലക്ഷം രൂപയാ. അതിനവൾക്ക് ഒന്നാം സമ്മാനം കിട്ടണമെങ്കിലേ അവൾക്ക് കുക്കിംഗ് നേരെ അറിയണ്ടേ? എടാ മണ്ട, അവള് പണ്ട് പ്രതാപന് സദ്യ ഉണ്ടാക്കി കൊടുത്തത് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അവൾക്കേ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. ചിലപ്പോ അവൾക്ക് അവളുടെ അമ്മയുടെ കൈപുണ്യം പാരമ്പര്യമായിട്ട് കിട്ടിയതും ആവാം. പോരെങ്കിലേ ഇപ്പോൾ അവൾ ആ രാധമ്മയുടെ വീട്ടിലല്ലേ താമസം. രാധമ്മ നല്ല ഒന്നാന്തരം പാചകക്കാരിയാ. ആ രാധമ്മയുടെ ശിക്ഷണം കൂടി ആകുമ്പോ അവൾ ഒന്നാം സമ്മാനം നേടിയെടുക്കുന്നതിലേ അത്ഭുതപ്പെടാനൊന്നുമില്ല. അമ്മ അതാലോചിച്ച് ടെൻഷനാവണ്ട. ഋതിക കുക്കിംഗ് കോമ്പറ്റീഷന് ആ ഏരിയയിൽ പോലും പോയില്ല. പിന്നല്ലേ അവള് മത്സരത്തിൽ ജയിക്കുന്നേ. അമ്മ ആ മത്സരത്തിന്റെ സ്ഥലവും തീയതിയും പറഞ്ഞ ബാക്കി കാര്യം ഈ ദീപക് നോക്കിക്കോളാം. ഇതിലെന്റെ പൊന്നുമോനെ ഒരു സഹായവും ചെയ്തു തരണ്ട. അതെ, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. നീ നിന്റെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്. അതെന്തിനാ? നീ ആവശ്യപ്പെട്ടപ്പോഴേ എന്റെ അക്കൗണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഞാൻ എടുത്തു തന്നില്ലേ? ഇപ്പൊ ഞാൻ 25 ചോദിച്ചില്ലല്ലോ, വെറും 5 ലക്ഷം അല്ലേ ചോദിച്ചുള്ളൂ. അതിനമ്മേ എന്റെ അക്കൗണ്ടിൽ പൈസ വേണ്ടേ? മോനെ ദീപക്കേ, സൽപുത്ര, അതെ ഈ അംബികയുടെ അടുത്ത് നിന്റെ അഭ്യാസം ഒന്നും നടക്കില്ല. ഇന്നലെ ഞാൻ നിന്റെ അക്കൗണ്ട് പരിശോധിച്ചു. അതിലെ 17 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് നീ എന്നെ പറ്റിക്കാമെന്നൊന്നും കരുതണ്ട. ദേ പെട്ടെന്ന് 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യ്. അമ്മ എന്തിനാ എന്റെ അക്കൗണ്ട് ഒക്കെ പരിശോധിക്കുന്നത്? എടാ മോനെ, നിനക്ക് അക്കൗണ്ട് തുടങ്ങി തന്നതും അതിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്തു തന്നതും ഈ അംബികയാ. അതുകൊണ്ട് ആ അക്കൗണ്ട് പരിശോധിച്ച് നോക്കാനുള്ള അധികാരവും ഈ അംബികയ്ക്കുണ്ടെന്ന് കരുതിക്കോ. അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്റെ അക്കൗണ്ടിലെ പൈസ? അത് ശരിയാ, എന്റെ അക്കൗണ്ടിലെ കോടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിലെ ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയോ? 1.5 കോടി. ബാക്കി മുഴുവൻ നിനക്ക് വേണ്ടിയാ ചെലവഴിച്ചത്. ഇനി തൽക്കാലം അംബിക അതിൽ നിന്നും പണം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല.